കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്നും അഭിമുഖീകരിച്ചിട്ടുള്ളത് ആദർശപരമായ വെല്ലുവിളികളാണ്. എന്നാൽ ഇന്നീ പാർട്ടി എത്തി നിൽക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത വിധം ഗൗരവകരമായ ഒരു പ്രതിസന്ധിയിലാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഒരു മതമൗലികവാദ സംഘടനയുടെ ഉന്നത സമിതിയായ ഷൂറയിലെ അംഗം ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് സോഷ്യൽ മീഡിയയിലൂടെ കെ.സി. വേണുഗോപാലിനെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുകയും ചെയ്ത സംഭവം കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല. അത് കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നേതൃത്വപരമായ തീരുമാനങ്ങളിൽ ഇത്തരം ബാഹ്യശക്തികൾ ഇടപെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നൽകുന്ന സൂചനകൾ അത്യന്തം അപകടകരമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിലകൊള്ളുന്ന ബി.ജെ.പിക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിന് ആയുധമാകുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശനാണെന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. വി.ഡി. സതീശനെ രക്ഷിക്കാനായി വേണുഗോപാലിനെതിരെ തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന ഷൂറ അംഗത്തിന്റെ നിലപാട് കോൺഗ്രസിനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ തീവ്ര നിലപാടുള്ള സംഘടനയുടെയോ തടവറയിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമായി മാത്രമേ കാണാൻ കഴിയൂ. ജനാധിപത്യ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചുകൊണ്ട് മതസംഘടനകൾ പാർട്ടി നേതൃത്വത്തെ നിശ്ചയിക്കാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസിന്റെ പതനത്തിന് തന്നെ തുടക്കമായിരിക്കും. എന്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി വി.ഡി. സതീശനെ ഇത്രയധികം നെഞ്ചേറ്റുന്നതെന്ന ചോദ്യം ഇന്ന് ഓരോ കേരളീയനും ചോദിക്കുന്നുണ്ട്. സതീശൻ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ സൗകര്യപ്രദമായ ഒരു വഴിയാണെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സതീശന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി പാർട്ടിയുടെ വിശാലമായ താല്പര്യങ്ങളെയും മതേതര പ്രതിച്ഛായയും ബലികൊടുക്കുന്നത് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കെ.സി. വേണുഗോപാലിനെ പോലുള്ള കരുത്തുറ്റ നേതാക്കളെ ദുർബലപ്പെടുത്തുന്നതിലൂടെ കോൺഗ്രസിന്റെ ദേശീയ ഐക്യത്തെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. സംഘപരിവാറിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ ഇത്തരം നീക്കങ്ങൾ വഴിമരുന്നിടുകയും ചെയ്യും. പ്രതിഷേധം ഭയന്ന് ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പുറത്തു വന്ന വിഷം ഇല്ലാതാകുന്നില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തീവ്ര നിലപാടുകാരുടെ കൈപ്പിടിയിലാണെന്ന പ്രചാരണത്തിന് ഇത് ആക്കം കൂട്ടും. ഇത് കേരളത്തിൽ സംഘപരിവാറിന് വളരാനുള്ള മണ്ണൊരുക്കൽ കൂടിയാണ്. കോൺഗ്രസ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന പ്രചാരണം ശക്തിപ്പെടുത്താൻ ബി.ജെ.പിക്ക് ഇതിലൂടെ അവസരവും ലഭിക്കും. അതോടൊപ്പം കോൺഗ്രസിന്റെ പരമ്പരാഗത മതേതര വോട്ട് ബാങ്കിനുള്ളിലും ഇത്തരം പ്രവർത്തികൾ ആശയക്കുഴപ്പമുണ്ടാക്കും. മുസ്ലിം ലീഗ് പോലും കാണിക്കാത്ത അമിതാവേശം ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ കാണിക്കുന്നത് ഗൂഢമായ ലക്ഷ്യങ്ങളോടെയാണ്. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിലും നേതൃത്വത്തെ നിശ്ചയിക്കാനുള്ള അവകാശവും പ്രവർത്തകർക്കും ഹൈക്കമാൻഡിനുമാണ്. അത് തീരുമാനിക്കാൻ ഷൂറ അംഗങ്ങളെ അനുവദിക്കുന്നത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കും. സതീശനെ മുൻനിർത്തി കോൺഗ്രസിനെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന ഈ സംഘടനകളിലെ വ്യാമോഹം ജനാധിപത്യ കേരളം വെച്ചുപൊറിപ്പിക്കില്ല. വി.ഡി. സതീശൻ തന്റെ രാഷ്ട്രീയ അതിജീവനത്തിനായി ഇത്തരം ശക്തികളെ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്ന ആശങ്ക സാധാരണ പ്രവർത്തകർക്കിടയിൽ പോലും ശക്തമാണ്. കെ.സി. വേണുഗോപാലിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും തെരുവ് പ്രതിഷേധ ആഹ്വാനങ്ങളും ഒരേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ആസൂത്രണം ചെയ്തതാണെന്നും വ്യക്തമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകറ്റും. കേരളം പോലെ ഒരു മതേതര സംസ്ഥാനത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചട്ടുകമായി മാറുന്നുവെന്ന തോന്നലുണ്ടായാൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഒരു ദേശീയ പാർട്ടിയുടെ ആഭ്യന്തര നേതൃത്വ വിഷയങ്ങളിൽ മതസംഘടനകളിലെ പ്രമുഖർ പരസ്യമായി ഇടപെടുകയും പ്രവർത്തകരെ തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ സാധാരണയായി കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ പ്രവണത ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇന്ന് സതീശന് വേണ്ടി വേണുഗോപാലിനെതിരെ ശബ്ദമുയർത്തുന്നവർ നാളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കും. വിട്ടുവീഴ്ചപരമായ ഇത്തരം സമീപനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ വെറുമൊരു പ്രാദേശിക കൂട്ടായ്മയാക്കി മാറ്റും. ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയ ക്യാൻവാസിൽ നിൽക്കുന്ന കെ.സി. വേണുഗോപാലിനെ പോലുള്ള നേതാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ മതേതര മുഖമാണ് വികൃതമാക്കപ്പെടുന്നത്. വി.ഡി. സതീശൻ തന്റെ മതേതര പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വർഗീയ ശക്തികളുടെ പിന്തുണയെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഇടമുണ്ടാക്കി കൊടുത്ത നേതാവ് എന്ന പേരായിരിക്കും ചരിത്രം അദ്ദേഹത്തിന് ചാർത്തി നൽകുക. മതസമുദായിക സംഘടനകൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുണ്ടാകാം എന്നത് സത്യമാണ്. എന്നാൽ ഒരു ജനാധിപത്യ പാർട്ടിയുടെ ആന്തരിക ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അത്യന്തം ഗൗരവകരമാണ്. മുൻപ് ബി.ജെ.പി. ബന്ധം ആരോപിക്കപ്പെട്ടപ്പോൾ ശക്തമായി പ്രതിരോധിച്ച കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം പാളയത്തിലേക്ക് തീവ്രവാദ സ്വഭാവമുള്ളവർ അതിക്രമിച്ച് കയറുന്നത് കാണാതെ പോകരുത്.
വി ഡി സതീശന്റെ ഈ നിശബ്ദത വർഗീയ ശക്തികൾക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രവണതകൾ കോൺഗ്രസിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും അന്തസത്തയ്ക്കും നിരക്കാത്തതാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ല. പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. നേതൃത്വത്തിന്റെ ബലഹീനതകൾ വർഗീയ ശക്തികൾക്ക് ആയുധമാകാൻ പാടില്ല. അത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് മാത്രമല്ല, കേരളം ഇന്നേവരെ ഉയർത്തിപ്പിടിച്ച ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ തീരാ കളങ്കമായി മാറും. വി ഡി സതീശനെ പോലുള്ള നേതാക്കൾ അധികാരമോഹത്തിന് വേണ്ടി ഇത്തരം ശക്തികളുമായി കൈകോർക്കുമ്പോൾ അവർ ഓർക്കേണ്ടത് കോൺഗ്രസ് കെട്ടിപ്പടുത്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വിയർപ്പിലും അധ്വാനത്തിനുമാണ് എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിനെ പോലുള്ള ദേശീയ നേതാക്കൾക്കെതിരെ നടക്കുന്ന ഈ ഗൂഢാലോചനകൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. വേണുഗോപാലിനെ ദുർബലപ്പെടുത്തിയാൽ കോൺഗ്രസിനെ എളുപ്പത്തിൽ തകർക്കാമെന്ന് കരുതുന്നവരുടെ ചട്ടുകമായി സതീശൻ മാറരുത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് കേരളത്തിലെ കോൺഗ്രസ് മണ്ണ് വിട്ടുകൊടുക്കരുത്. കോൺഗ്രസിന്റെ നട്ടലായ മതേതരത്വം പണയം വെച്ചുകൊണ്ട് നേടുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വലിയ ആയുസ്സുണ്ടാകില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം ഇടപെടലുകൾക്കെതിരെ പാർട്ടി സംവിധാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും ശക്തമായ പ്രതിരോധം ഉയരേണ്ടത് അനിവാര്യമാണ്. പാർട്ടിയെ നയിക്കാൻ യോഗ്യരായ നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് പ്രവർത്തകരാണ്, മറിച്ച് മതസംഘടനകളിലെ ശൂറകളല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സതീശന്റെ നിലപാടുകൾ കോൺഗ്രസിനെ നാശത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിനെ തിരുത്തിക്കാൻ ഹൈക്കമാൻഡ് ശക്തമായി ഇടപെടേണ്ടതുണ്ട്. കേരളത്തിലെ മതേതര ജനത ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന്റെ അടുത്ത നീക്കത്തിലേക്കാണ്. വർഗീയതയുടെ പിടിയിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിച്ച് മതേതരത്വത്തിന്റെ കാവലായി കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഓരോ പ്രവർത്തകനും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. സതീശൻ പക്ഷം പടച്ചുവിടുന്ന അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു നേതൃത്വമാണ് ഇന്ന് കേരളത്തിന്റെ ആവശ്യം. മറുവശത്ത് കെ.സി. വേണുഗോപാലിനെ പോലുള്ള നേതാക്കളെ സംരക്ഷിക്കുക എന്നതും കോൺഗ്രസിന്റെ ദേശീയ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തീവ്രവാദ നിലപാടുകളെ തള്ളിക്കളയാൻ കോൺഗ്രസ് ഇനിയെങ്കിലും തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.